ഗൈസ്, എൻ്റെ പേര് ഹർഷിത് തേയസ്. ഞാൻ അവനൂരിൽ ജനിച്ച ഒരു കുട്ടിയാ. ഭവൻസിൽ പഠിക്കും. ഞാൻ 2ാം ക്ലാസ് ആയി, കയറായി 2ാം ക്ലാസ്. ഇനി കഴിഞ്ഞ 3rd സ്റ്റാൻഡേർഡ് എത്തും. അപ്പോൾ മൺഡേ ഞങ്ങളുടെ ടൂറാ. അതിന് വേണ്ടി കുറച്ച് വീഡിയോസ് ഉണ്ടാക്കാമെന്ന്. എന്നാലും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റില്ല എൻ്റെ വീഡിയോസ്. പിന്നെ മറക്കാൻ പാടില്ല, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കോമൻറ്റ് ചെയ്തൊരു ഹാർട്ട് ഇടണം കേട്ടോ ഗ്രൂപ്പിൽ. അത് മറക്കല്ലേ. ഇന്ന് എന്താ അറിയാം ഞാൻ പഠിപ്പിക്കാം. ഞാൻ ഇന്ന് ഇലക്ട്രോണിക്സിനെ കുറച്ച് പഠിപ്പിക്കും. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറഞ്ഞുതരാമെന്നാണ് എന്താണെന്ന്. ഇലക്ട്രോണിക്സ് ഇതാണ്, ഇത് കണ്ടില്ലേ, ഇതാണ് ഇലക്ട്രോണിക്സ്. ഇതാണ് ഇനിയിപ്പോൾ അവിടെ ഇതാണ് ഇലക്ട്രോണിക്സ്, കണ്ടില്ലേ. ഈ ഇലക്ട്രോണിക്സിന് കുറേ സാധനങ്ങളുണ്ടാവും, കണ്ടില്ലേ. ഇതാണ് ഇലക്ട്രോണിക്സ്. ഈ ഗൂഗിൾ പേ ചെയ്തോട്ടോ, ഇത് ചെയ്താൽ ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ കിട്ടും. പിന്നെ ഇതാണ് ടോപ്പിൽ സയൻസ് എക്സ്പ്ലോറിങ് ഡൈ ലേണിംഗ് ടോയ് വെറും പഠിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാം. ഫസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഈ ഇലക്ട്രോണിക്സ് വായിക്കണം, ഏത് വേണമെങ്കിലും വായിക്കാം. പിന്നെ ഒരു മോട്ടർ, DC മോട്ടർ തന്നെ മതി, DC മോട്ടർ. പക്ഷേ 2 ഇതുപോലത്തെ സാധനം വേണം വള്ളി കെട്ടാൻ. 3rd വേണ്ട ഒരു ഫാന് പറപ്പിക്കാൻ, അല്ല കറക്കാൻ. ഇഷ്ടമുള്ള ഫാൻ യൂസ് ചെയ്യണ്ട. ഞാൻ 3 ഡിഫറെൻറ്റ് ഫാനാണ് യൂസ് ചെയ്യുന്നത് വർക്ക് ചെയ്യിപ്പിക്കാൻ. പിന്നെ ഒരു ബാറ്ററി സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ബാറ്ററിയും അതിൻ്റെ കൂടെ വള്ളിയും. ബാറ്ററി ഇട്ടാൽ മതി, ഇഷ്ടമുള്ള ബാറ്ററി ഇട്ടാൽ. പിന്നെ ഒരു ഇഷ്ടമുള്ള സ്വിച്ച് ഇട്ടാണ്ടാ. ഞാൻ ഈ സ്വിച്ചാണ് യൂസ് ചെയ്യണത്. മറ്റേ ഈ സ്വിച്ചല്ല, സ്ലൈഡിങ് സ്വിച്ചാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പം നമുക്ക് ഇന്നത്തെ കാര്യം തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടാ, അന്നി കാണൂല കേട്ടാ. ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ. ഫസ്റ്റ് മോട്ടർ എടുക്കാം. മോട്ടർ എടുത്തിട്ട് ഈ ബാറ്ററി ഉണ്ടല്ലേ, കുറേ വള്ളിയിൽ എടുക്കണുണ്ടാ. ഞാനും ഇതൊക്കെ എത്ര വള്ളിയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കണം. നോക്കിയിട്ട് ഞാൻ യൂട്യൂബിൽ ഗ്രൂപ്പിൽ ഇട്ട് തരാം എത്രയാണെന്ന്. എന്നാലും ഇപ്പോഴും ഇടാൻ പറ്റും ചിലപ്പോൾ. ഫസ്റ്റ് ഇത് ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് കാറ് കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാക്കി ഇവിടെ ബ്ലോക്കായിരിക്കണേ. കമ്പി വള്ളി അത് എൻ്റെ എടുക്കണ കമ്പി വള്ളിയുടെ കയ്യിൽ. ഇങ്ങനെയാക്കി ഇങ്ങനെ ആക്കണം, ഇങ്ങനെയാക്കി എടുക്കണം. കമ്പി വള്ളി എടുക്കാൻ പറ്റില്ല, ഇവിടെ ആറാവാൻ വേണ്ടി സ്റ്റക്കായിരിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെയാക്കി ഈ റബ്ബർ ബാൻഡ് ആക്കിയിട്ട് വള്ളി അങ്ങനെ ഈ സ്ഥലത്തും ഇവിടെ ട്രാപ്പായി കുടുങ്ങിയത്. ഈ വള്ളി റബ്ബർ ബാൻഡിലേക്ക് കുത്തി കയറി, അതാണ് ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയാക്കി കിട്ടി. ഞാൻ ഒരു മീഡിയം സൈസിൻ്റെ കമ്പി വള്ളി എടുക്കുക. മീഡിയം സൈസ് കമ്പി വള്ളി അല്ല, മീഡിയം സൈസിലുള്ള കമ്പി കേട്ടാ. മീഡിയം സൈസിലത്തെ കമ്പി വള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലത്തെ എടുക്കാം. ഞാൻ മീഡിയം സൈസ് എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. ഒരു മീഡിയം സൈസിൻ്റെ കമ്പി വള്ളി
ഇതേ മീഡിയം സൈസിൻ്റെ കമ്പി വള്ളിയാണ് അല്ലേ, മീഡിയം സൈസുള്ളൂ ഇത്. ചിലപ്പോൾ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാം. ഫസ്റ്റ് ഞാൻ വള്ളിയിൽ ഫസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു തരാം, എന്നാലും എനിക്കറിയാം. ഇനി നമ്മൾ ഇതിപ്പോൾ എനിക്ക് 2 വള്ളിയാണ് നിങ്ങളുടെ ആവശ്യം വേണ്ട, 2 വള്ളി. ഇനി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഈ മോട്ടർ എടുക്കാം. ഈ മോട്ടറിന് എനിക്കറിയാലോ, ഈ മോട്ടറിൻ്റെ ഈ തുമ്പുണ്ടല്ലേ, ഈ തുമ്പിലേക്ക് ആ വള്ളി ഇങ്ങനെ കൊടുക്കുക. പകുതി മാത്രം കൊടുത്തിട്ട് ആ വള്ളി വളച്ച് കൊണ്ടുവന്ന ഇതുപോലെ വളയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റുന്ന പോലെ ആക്കിയിട്ട് ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചില്ലേ. ഇനി ഈ വള്ളി അവിടേക്കറിയോ അറ്റാച്ച് ചെയ്യണ്ടേ? ഈ ബാറ്ററിയുടെ ഈ റെഡ് വള്ളി കണ്ടില്ലേ, ഈ റെഡ് വള്ളിയിലേക്ക് ഈ മോട്ടറിൻ്റെ ഈ വള്ളി ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഫസ്റ്റ് ഈ വള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം അല്ലേ. കണ്ടില്ലേ, ഇത് രണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാ വള്ളി കെട്ടാൻ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്ത് പ്രോപ്പർ എൻജിനീയറിങ് ചെയ്യണം കേട്ടോ. ഞാൻ എൻജിനീയറാ വലുതായിട്ട് ആവാം. എൻജിനീയർ ആവണിന് ഇതൊക്കെ നല്ലപോലെ ചെയ്യണം, പ്രോപ്പറായിട്ട് കെട്ടണം. കറക്കി യൂട്യൂബിൽ എല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ, മറക്കല്ലേ. ജസ്റ്റ് ഹർഷിറ്റും പിന്നെ മാഷൂണും അടിച്ചാൽ മതി, അപ്പോൾ വീഡിയോസ് കിട്ടിയുള്ളൂ. കുറേ വീഡിയോസ് ഉണ്ട് ഹർഷിറ്റും മാഷൂട്. പണ്ടത്തെ വീഡിയോസ് ഒന്നുമല്ല, ഇതിപ്പോൾ പുതിയ വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ കെട്ടിയെടുത്തു. ഇനി എന്താ അറിയോ, ഈ ബ്ലാക്ക് ഉണ്ടല്ലേ, ഈ ബ്ലാക്കിലേക്ക് ഈ സ്ലൈഡിങ് സ്വിച്ച് ഉണ്ടല്ലേ, അതിലേക്ക് ഈ ബ്ലാക്ക് ഇങ്ങനെ കയറ്റണം. ഇഷ്ടമുള്ള സ്വിച്ച് യൂസ് ചെയ്യാന്നാലും സ്ലൈഡിങ് സ്വിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അല്ലേ, 1 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യേ, ഫ്യൂ അവേഴ്സ് ലേറ്റർ. ഇതിപ്പോൾ നമ്മൾ ഈ സ്വിച്ചാണ് അടുത്തിരിക്കുന്നത്. ഈ സ്വിച്ച് ഉണ്ടല്ലേ, ഈ സ്വിച്ച് ഉണ്ടല്ലേ, ഈ സ്വിച്ച് എടുക്കണ്ടേ. ഈ സ്വിച്ച് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ സ്ക്രൂ ഉണ്ടല്ലേ, ഒരു സ്ക്രൂ ഇങ്ങനെ ഊരിയെടുക്കാം. ഊരിൻ്റെ ഫുള്ളായിട്ട് വെറുതെ ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഒരു ബ്ലാക്ക് എടുത്ത് ഇതിലേക്ക് ഫിറ്റ് ചെയ്താൽ മതി. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ആ ഹോളിലേക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ക്രൂ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവന്നാൽ ടൈറ്റാവും. പ്രോപ്പറായി ചെയ്യണ്ട. പോവാൻ പാടില്ല കേട്ടോ. പോയാൽ പിന്നെ വീണ്ടും അഗെയിനാക്കി ചെയ്യണം. പറയണ കേട്ടിട്ടുണ്ടോ അറിയണം. ഇവിടെ ഇത് അറിയാനും പറ്റാട്ടെ. ഉള്ളോട്ട് ഇട്ടോട്ടാ, ഫുള്ളാക്കണ്ടാട്ടാ. ഫുള്ളുള്ളോട്ടിട്ടാൽ പണി കിട്ടും. വള്ളി ചിലപ്പോൾ നന്നായി വർക്കാവില്ല. കണ്ട, ഇതുപോലെ ടൈറ്റാണ്. ഊരി വരാണ്ട് ഇതുപോലെ ടൈറ്റായി വെക്കണം. ഊരി വരാൻ പാടും പോറില്ല വള്ളി. ഊരി വന്നാൽ പിന്നെ വീണ്ടും ചെയ്യണം. ഭയങ്കര ടൈറ്റാക്കിക്കോട്ടെ. കണ്ടില്ല, ഊരി വരുന്നില്ല. ഞാൻ വളച്ചിട്ടും വരുന്നില്ല ഇപ്പം. ഇനി ഇതും അതുപോലെ ചെയ്തിട്ട് ഇത് വേറെ വള്ളിയാണല്ലോ ഞാൻ വെച്ച്. ഈ റെഡ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഇത് എന്നാലും ഞങ്ങളുടെ പൂരം നാളെയോ, സൺഡേ ആണ് ഞങ്ങളുടെ പൂരം. സൺഡേയും പിന്നെ എന്താ വർദ്യമാണ്. ഞങ്ങൾ അവണൂരുണ്ട്, അപ്പോൾ വർദ്യം അമ്പലത്തെ പൂരം. ഇതും അതുപോലെയായി. ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ. ഇതും കണ്ടില്ലേ, ഇതും അതുപോലെ ആയി. ഇനി എന്താ ചെയ്യേണ്ടി അറിയോ, ലാസ്റ്റ് ടച്ചാട്ടാ. ഇതെടുക്കുക, ഈ മോട്ടറിൻ്റെ ഈ സൈഡിലേക്ക് അതൊന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട്
പകുതി വയ്ക്കുക, മറ്റേത് വളച്ച് കൊണ്ടുവരിക. വളച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആ സെയിം വള്ളിയിലേക്ക് കെട്ടാം. കെട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ആക്കുക. ഇതുപോലെ ആക്കി റെഡി കഴിഞ്ഞാൽ പിന്നെ ആ സ്വിച്ചിലേക്ക് അമർത്താം. കണ്ടാ വർക്ക് ചെയ്യേണ്ടതായിരിക്കും. ഇനി നമുക്ക് ഈ 3 ഫാനുകളും ഇനി നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഫാൻ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഈ ചെറിയ ഫാനാണ്. നോക്കാം. കടാ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. വാട്ടർ തിരിയുമ്പോഴാണ് ഇതൊക്കെ പറ്റുക. മോട്ടർ തിരിയാതെ പറ്റില്ല. കണ്ടില്ലേ, ഇത് ഇരുന്നു. ഇനി നമുക്ക് ഈ ഫാൻ ട്രൈ ചെയ്യാം. ഈ ഫാൻ എൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിക്കാം. എന്നിട്ട് അതൊന്നിങ്ങനെ അമർത്തണേ. കണ്ടാ പറഞ്ഞു. ഓ ടൈറ്റാക്കിട്ട് പോയി. ടൈറ്റാക്കി വെച്ചോട്ടാ. കണ്ടാ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ വിൻമെയിൽ പോലെ ആക്കാൻ പറ്റുമോ? വിൻമെയിൽ പോലെ ആക്കിയിട്ട് ഇനി കുറേ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണം. അതാണ് ഞാൻ ഇത് സിമ്പിൾ വീഡിയോ ഉണ്ടാക്കിയതാണ്. ലാസ്റ്റ് ഫാൻ കാണുന്ന ഈ ഫാൻ ഭയങ്കര വലുതാട്ടോ. ഈ ഫാനാണ് സീനാ വലുതാ. പക്ഷേ കണ്ടില്ല എന്തൊരു ശക്തിയിലാ പോണേ. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ബോട്ട് ഉണ്ടാക്കിയില്ല. പക്ഷെ അത് വർക്ക് ചെയ്തിട്ടില്ല, സിങ്ക് ചെയ്തു. ഒരെണ്ണം ഉണ്ടാക്കിയപ്പോ അത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതും താഴോട്ട് പോയി. വെള്ളം കയറി പോയതല്ല, വെള്ളം കയറിയോട് പോയി. അപ്പം ഇനി അടുത്ത വീഡിയോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണണം കേട്ടോ. ബൈ ബൈ.